ഹായ് ഫ്രണ്ട്സ്, ഇത് ഡോക്ടർ ജയഹരി വ്യവസായിയാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ഹലോ സർ, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം സർ. താങ്ക് യു. ഡോക്ടർ ജയഹരി വ്യവസായി ഇവിടെ തിരുവനന്തപുരത്ത് ഉള്ളൂർ ആക്ല റോഡിൽ പുലിയനാർക്കോട്ട ജംഗ്ഷനിൽ ആയുർവേദ ക്ലിനിക്കിൻ്റെ പ്രധാന ഡോക്ടറും മർമ്മ ചികിത്സകനുമാണ്. കൂടാതെ എൻ്റെ അടുത്ത സുഹൃത്താണ്, നല്ലൊരു സംഗീതജ്ഞനാണ്, നല്ലൊരു ഗായകനാണ് അല്ലേ സാറേ? എത്ര വർഷമായി സാറേ ഈ ആയുർവേദ ക്ലിനിക്ക് ഇവിടെ വന്ന്? 2013 ഓഗസ്റ്റ് മാസം അന്നത്തെ MLA ആയിരുന്ന MA വാഹിദാണ് ഉദ്ഘാടനം നടത്തിയത്. എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇത് മർമ്മ ചികിത്സ ആണ് കൂടുതലും ഊന്നൽ കൊടുക്കുന്നത്. ഈ മർമ്മ ചികിത്സ എന്ന് പറയുമ്പോൾ സാറേ എന്തൊക്കെ ചികിത്സകളാണ് അതിൽ പെടുന്നത് സാർ? അതിന് എന്തെങ്കിലും ഏജ് വയസ്സുള്ള ട്രീറ്റ്മെൻ്റ് ആണോ, അതോ എല്ലാ പ്രായക്കാർക്കും ഈ മർമ്മ ചികിത്സ ഏറ്റെടുക്കാമോ? എങ്ങനെയാണ് സാർ അതിൻ്റെ ഈ മർമ്മ ചികിത്സ കൊണ്ട് എന്താണ് സാറ്? അത് സാധാരണക്കാർക്ക് അത് മനസ്സിലാകാറില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മർമ്മ ചികിത്സ കൂടുതലായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് നമ്മുടെ ശരീരത്തിലെ ജോയിൻസ്, ബോൺസും മസിൽസും കൂടി ചേരുന്ന ഭാഗങ്ങളിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള വൈറ്റൽ പോയിൻറ്റ്സ് ഉണ്ട്. വൈറ്റൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗത്ത് ചെറിയ മുറിവോ ക്ഷതമോ ഏറ്റുകഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാകും. ചില ക്ഷതങ്ങളും മുറിവുകളും ആഘാതങ്ങളും അംഗവൈകല്യം സംഭവിക്കും. അപ്പോൾ സാർ, ജൂൺ 22 ഇവിടെ ഒരു അസ്ഥി ബലക്ഷയ നിർണയ ക്യാമ്പ് സൗജന്യമായി സാറിന്റെ നേതൃത്വത്തിൽ ആയുർവേദ ക്ലിനിക്കിൽ സംഘടിപ്പിക്കുന്നതായിട്ട് അറിഞ്ഞു. അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ സാർ? എന്താണ് ഈ അസ്ഥി ബലക്ഷയ രോഗനിർണയ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും പറയാം. അസ്ഥി ബലക്ഷയ നിർണയ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ബോൺ മിനറൽ ഡെൻസിറ്റി ക്യാമ്പാണ്. എല്ലാവർക്കും ഒരു ബോഡി വെയിറ്റ് ഉണ്ട്, ശരീരഭാരം ഉണ്ട്. നമ്മുടെ ശരീരഭാരത്തിൽ അസ്ഥിക്ക് വളരെ പങ്കുണ്ട്, അസ്ഥിയുടെ ഭാരത്തിന് വളരെ പങ്കുണ്ട്. ഈ കാൽസ്യം, ഫോസ്ഫറസ് പോലെ നമ്മുടെ പോഷകാഹാരം വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ അസ്ഥികൾ. അപ്പോൾ ഈ പണ്ട് 60 വയസ്സിന് മേലെ പ്രായമുള്ള നമ്മുടെ എൽഡേഴ്സിനാണ് കൂടുതലും ഈ അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു 35 വയസ്സ് കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും നീ ജോയിൻ പെയിൻ, ലോവർ ബാക്ക് പെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞ നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഒരേ പോസ്റ്റിൽ ഉള്ള വർക്കാണ്, ഒരേ ഇരിപ്പ്. ഉദാഹരണത്തിന് ഓഫീസ് അറ്റൻഡന്റ്മാർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർമാർ, ഡ്രൈവിംഗ്, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തന്നെ അവർ ന്യൂട്രീഷൻ അടങ്ങിയിരിക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട് അധികം ശ്രദ്ധിക്കുന്നില്ല. അതായത് നമ്മുടെ നാട്ടിൻപുറത്തെ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങളൊക്കെ ശരിക്കും കഴിക്കുന്നതിൽ നിന്നും വൈകുന്നേരങ്ങളിൽ അവരുടെ ജോലി കഴിയുമ്പോഴത്തേക്കും നേരെ ഫാസ്റ്റ് ഫുഡ് ലൈഫിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലും കാർബോഹൈഡ്രേറ്റിലേക്ക് പോവുകയും ഇലക്കറികളിൽ നിന്നും കിട്ടേണ്ട ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നത് കുറയുകയും ചെയ്യുമ്പോൾ തന്നെ കാൽസ്യം നമ്മുടെ ബോഡിയിലേക്ക് കുറയുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ക്യാമ്പോട് കൂടി നമ്മുടെ അസ്ഥിക്ക് നോർമൽ വെയിറ്റ് ഉണ്ടോ, ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള അസ്ഥി തേയ്മാനം നിലവിലുണ്ടോ, അസ്ഥി നോർമലാണോ, അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ, അസ്ഥി ദ്രവിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്, ഓസ്റ്റിയോഫിറ്റ്സ്, ഓസ്റ്റിയോസാർക്കമോ, പിന്നെ അസ്ഥി ഒടിയാൻ സാധ്യതയുണ്ട്. വയസ്സായവരൊക്കെ വാർദ്ധക്യം ബാധിച്ചവർ നിപ്പിൽ തന്നെ ഒന്ന് മറിഞ്ഞു വരുമ്പോഴത്തേക്കും അവരുടെ അസ്ഥികൾ ഒടിയാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം അസ്ഥിക്ക് കാര്യമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ഹെൽത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. ഈ അസ്ഥി സംബന്ധമായ എല്ലാ രോഗങ്ങളെയും സൗജന്യമായിട്ട് പരിശോധിക്കുകയാണ് ജൂൺ 22. തീർച്ചയായും. അതിന് ഏതെങ്കിലും മെഷീൻ ഉപയോഗിച്ചാണോ സാർ അത് പരിശോധിക്കുന്നത്, അതോ എങ്ങനെയാണ് സാർ ഡയറക്റ്റ് പരിശോധിക്കുകയാണോ ചെയ്യുന്നത്? നമ്മൾ അന്ന് ബോൺ ഡെൻസിറ്റോമീറ്റർ എന്ന ഉപകരണത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ അന്ന് ആ ക്യാമ്പസ് സംഘടിപ്പിക്കുന്നത്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെയാണ്. സാർ, ബോൺ ഡെൻസിറ്റോമീറ്റർ വഴിയാണ് ഈ അസ്ഥി രോഗം നിർണ്ണയിക്കുന്നത് അല്ലേ? അതെ. പരിശോധന അതിലൂടെയാണ്. അതെ. നമ്മുടെ കാലിന്റെ പാദം ആ ഉപകരണത്തിലോട്ട് വയ്ക്കുമ്പോൾ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ എന്തൊക്കെയാണ് ബലക്ഷയങ്ങളെന്ന് അപ്പോൾ തന്നെ ഈ യന്ത്രം രേഖപ്പെടുത്തും. അതനുസരിച്ചാണ് പിന്നെ ട്രീറ്റ്മെന്റ് രോഗിക്ക് നിശ്ചയിക്കുന്നത്. അതേസമയം ഈ പരിശോധന തികച്ചും സൗജന്യമാണ്. ഇപ്പൊ ജൂൺ 22. അതെ. നിലവിൽ പൊതുവെ 1000 രൂപയാണ് അതിന്റെ ചെലവ് വരുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ 22 തികച്ചും വരുന്ന എല്ലാവർക്കും സൗജന്യമായിട്ടാണ് ആ ക്യാമ്പ് ചെയ്യുന്നത്.
അപ്പോൾ എല്ലാവരും തന്നെ തിരുവനന്തപുരം നിവാസികളായ എല്ലാവർക്കും തന്നെ ഈ സുവർണ്ണ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. എൻ്റെ സുഹൃത്താണ്, നല്ലൊരു ഗായകൻ കൂടിയാണ് ഡോക്ടർ ജയഹരി വ്യവസായി. വളരെയധികം മനുഷ്യത്വപരമായിട്ടാണ് രോഗികളോട് പെരുമാറുന്നത്. ഇവിടെ വരുന്ന രോഗികൾ എല്ലാവരും തന്നെ ഡോക്ടറെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർക്കും ആയുർവേദ ക്ലിനിക്കിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ജൂൺ 22-ാം തീയതിയുള്ള സൗജന്യ അസ്ഥി രോഗ നിർണയ ക്യാമ്പിൽ എല്ലാ പേരും തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു സർ.